നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ട്രേഡിങ്ങിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അത് മനസ്സിലാക്കുക, അത് അറിയുക, അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ബിഗിനർ ലെവലിലുള്ള ഒരു ട്രേഡർക്ക് ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഇവിടെ കണ്ടത് ഈ ഒരു ഇതിൽ കാണുന്ന പോലെ തന്നെ പ്രൈസ് വെയർ മൂവ്മെൻറ്റ് ഓഫ് എ സ്റ്റോക്ക് സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട് ടു റിവേഴ്സ്, അതാണ് സപ്പോർട്ട് ആൻഡ് റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒറ്റ വാക്കിൽ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിൽ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ, അതായത് ഒരു സ്റ്റോക്ക് ആവട്ടെ, ഇൻഡെക്സ് ആവട്ടെ, നിഫ്റ്റി 50 പോലെയോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോലെയോ ഉള്ള ഇൻഡെക്സ് ആവട്ടെ, അതിൻ്റെ പ്രൈസ് വില, ആ ഒരു വില നമുക്കറിയാമല്ലോ, സമയം പോകുന്നതിനനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറുമ്പോഴത്തേക്കും മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് കുറച്ച് ഒരു പ്രത്യേക സ്പോട്ടിലെത്തുമ്പോൾ, പ്രത്യേക പ്രൈസ് റേഞ്ചിലെത്തുമ്പോഴത്തേക്കും അവിടെ അങ്ങോട്ട് കൂടുതൽ ബയർമാരില്ലാതാവുകയും പിന്നെ കൂടുതൽ അവിടെ കൂടുതലാവുകയും ആ ഒരു സ്ഥലം വച്ചിട്ട് ആ ഒരു ചാർട്ട് തിരികുകയും ചെയ്യും. അതായത് താഴേക്ക് വരാൻ തുടങ്ങും ആ ഒരു പ്രൈസ്. ആ ഒരു മൂവ്മെൻറ്റാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഓവറോൾ നോക്കുമ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. മുകളിലേക്ക് പോകുന്നത് വില സ്റ്റോപ്പായിട്ട് താഴേക്ക് വരാൻ ഉള്ള ആ ഒരു സ്ഥലവും, അല്ലെങ്കിൽ താഴേക്ക് വരുന്ന സ്റ്റോക്ക് താഴെ വന്നിട്ട് സ്റ്റോപ്പായിട്ട് മുകളിലേക്ക് പോകുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചാർട്ടിൻ്റെ സഹായത്തോടെ കൂടുതൽ മനസ്സിലാക്കാം. ഇത് ഒരു ഡൗൺ ട്രെൻഡിലുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഇത് അസറ്റ് അണ്ടറിൽ ഏത് തന്നെ ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് ഒരു ഡൗൺ ട്രെൻഡിലുള്ള ചാർട്ടാണ്. നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് താഴേക്ക് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ആദ്യം തന്നെ ഇവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് പിന്നെയും മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇവിടെ ആദ്യം താഴേക്ക് വന്നിട്ട് പിന്നീട് താഴേക്ക് പോകാൻ ഒരു റെസിസ്റ്റൻസ് അതിന് വന്നു. അതായത് അങ്ങോട്ട് താഴേക്ക് വരുന്നില്ല. അവിടെ നിന്ന് സ്റ്റോക്ക് റിവേഴ്സ് ചെയ്ത് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് സ്പോട്ട്, ഈ ഒരു സ്പോട്ടിനെ നമുക്ക് സപ്പോർട്ടെന്ന് വിളിക്കാം. സപ്പോർട്ട് എപ്പോഴും മുകളിലേക്ക് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിന് സപ്പോർട്ടെന്നും, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം താഴേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് താഴെ ഒരു സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്ത് കുറച്ചുകൂടെ മുകളിൽ പോകുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഈ ഒരു സ്പോട്ടിൽ പിന്നെയും ഒരു സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെയും താഴേക്ക് വരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും പിന്നെ ഒരു പ്രൈസിൻ്റെ ഒരു സ്റ്റോപ്പ് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് കാണാൻ പറ്റും, ഇവിടെ ഒരു സ്പോട്ട് കാണാൻ പറ്റും, ഇവിടെ ഒരു സ്പോട്ട് കാണാൻ പറ്റും, ഈ ഒരു സ്പോട്ട് കാണാൻ പറ്റും. ഈ ഏരിയകളിലൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത് ഞാൻ അടുത്ത ഒരു ചാർട്ടിൻ്റെ ഇതിൽ നമുക്ക് പറയാം. ആദ്യം സപ്പോർട്ട് തന്നെ ആവട്ടെ. ഈ ഒരു ചാർട്ട്, ഇതൊരു ജനറൽ ചാർട്ടാണ്, പ്രത്യേകിച്ചൊരു ഇതിൻ്റെ ചാർട്ടല്ല, ഞാൻ സെപ്പറേറ്റ് ഒന്ന് വരച്ചതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ വളരെ സിമ്പിളാണ്. പ്രൈസ് താഴേക്ക് വരുന്നു, താഴേക്ക് വന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ അത് എത്തിയതിന് ശേഷം ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു എത്തി മുകളിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെയും താഴേക്ക് വരുന്നു, ഈ ഒരു സ്ഥലത്തെ നമ്മൾ പിന്നെയും സപ്പോർട്ട് എടുക്കുന്നു, പിന്നെ അത് മുകളിലേക്ക് പോകുന്നു. ഇത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അപ് ട്രെൻഡാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കറിയാം, പ്രൈസുകൾ ഒരിക്കലും ഒരേ ലൈനിൽ തന്നെ പോയില്ല. അത് കുറച്ച് മുകളിലേക്ക് പോകും, പിന്നെ കുറച്ച് ഇറങ്ങും, പിന്നെ കൂടുതൽ മുകളിലേക്ക് പോകും, കുറച്ചുകൂടെ ഇറങ്ങും, പിന്നെയും കൂടുതൽ മുകളിലേക്ക് പോകും, കുറച്ചുകൂടെ ഇറങ്ങും. അങ്ങനെയാണ്. അതായത് ഈ ചാർട്ട് പോലെയാണ് ആയിരിക്കും ആ ഒരു അപ് ട്രെൻഡ് നമുക്ക് കാണുന്നത്. അപ്പോൾ ആ ഒരു അപ് ട്രെൻഡിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസും സപ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത് ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡാണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് കുറച്ച് താഴേക്ക് വന്നിട്ട് കുറച്ചൊന്ന് പുൾ ബാക്ക് ചെയ്യും. അതായത് ഒരു റീട്രേസ്മെൻറ്റ് എന്നുള്ള നിലയിൽ മുകളിലേക്ക് പോകും, ആ ഒരു സോൺ. എന്നിട്ട് അത് കുറച്ച് വന്നിട്ട് തിരിച്ച് തന്നെ ഇറങ്ങി വരും. ആ ഒരു സോണാണ് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ട് സോണാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ രണ്ട് ചാർട്ടിലും ഈ താഴേക്ക് പോകുന്നതിന് റെസിസ്റ്റൻസ് ഉള്ളത് പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ടും ഉണ്ട്, ഇവിടെയും സപ്പോർട്ടുണ്ട്. അതായത് ഒരു ചാർട്ടിൽ എപ്പോഴും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ടാവും. ഒരു ഹൈലി ട്രെൻഡിങ് അല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സിക്സാഗ് മോഷനിലാണ് എപ്പോഴും ചാർട്ട് നമുക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ ഒരു
ചാർട്ടിനകത്ത് നമുക്കത് കാണാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്, കാരണം അത് കുറച്ചാണെങ്കിലും ഓവറോൾ അപ് ട്രെൻഡ് ആണെങ്കിലും അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ അടുത്ത് നോക്കാം എന്തൊക്കെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ കുത്തനെയുള്ള മാത്രം ഒരു ചാർട്ടാണ് കിട്ടുന്നതെങ്കിൽ, താഴേക്കുള്ള ചാർട്ടാണ് മാത്രം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായേക്കും. കാരണം അത് പിന്നീട് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് എത്ര ഒരു വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ട് ചിലപ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് ഉപയോഗിക്കും. അപ്പോൾ തന്നെ ഈ ഒരു ചാർട്ടിൽ നമ്മൾ ഡൗൺ ട്രെൻഡ് കാണുകയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ വന്നിട്ട് അതിന് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിനൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാം ഇത് മുകളിലേക്ക് പോകാനായിട്ട് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനായിട്ട് അത്ര സ്ട്രെങ്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഇടിഞ്ഞ് വന്ന അത്രയും മുകളിലേക്ക് കയറാനൊരു അതിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് അതുപോലെ എടുക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഇവിടെ എടുക്കാൻ പറ്റും. കാരണം ഈ ഒരു സീരീസ് ഓഫ് ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് രണ്ടാമത്തെ പുൾ ബാക്കിൽ എത്തുന്നില്ല. അപ്പോൾ അതിനർത്ഥം അതൊരു കറക്റ്റ് ഒരു ഡൗൺ ട്രെൻഡാണ് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പ്രൈസിൻ്റെ ട്രെൻഡ് കൺഫേം ചെയ്യാം. ഇതൊരു ഡൗൺ ട്രെൻഡാണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ അതിന് പറ്റും. അതുപോലെ തന്നെ സിമിലർ ഇത് മുകളിലേക്കാണ് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പാറ്റേൺ അവിടെ ഫോം ആവും. അത് നമുക്ക് സപ്പോർട്ട് കിട്ടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഹയർ ഹൈസും ഹയർ ലോവർ ലോസും ഉണ്ടാകും അപ് ട്രെൻഡിൻ്റെ കേസിലാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലോസും ലോവർ ഹൈസും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് സഹായിക്കും. അതായത് ഇതേ ചാർട്ടിനെ നമുക്കെടുക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ സപ്പോസ് നമ്മൾ പ്രൈസ് ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ സെല്ല് ചെയ്തതെന്ന് വിചാരിക്കുക. ഇതൊരു ഇൻട്രാഡേ ട്രേഡാണെന്ന് വിചാരിക്കുക. താഴേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്തു. ഈ ഒരു സെല്ല് ചെയ്ത സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കണമെന്നുള്ളത്. ഈ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ നമുക്ക് ഒരു വാലിഡായിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. ആ വാലിഡായിട്ടുള്ള പോയിൻ്റാണ് ഇതൊരു നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന് തൊട്ട് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. കാരണം ഇതൊരു ഡൗൺ ട്രെൻഡായിട്ട് തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റെസിസ്റ്റൻസിൽ രണ്ടാമത് ഈ സ്റ്റോക്ക് എത്തില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലേക്ക് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് ഇവിടെ വരെ ഇടിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഇവിടെ ഫോം ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിമിലർ ഇവിടെ വരെ ഇടിയുമ്പോഴത്തേക്കും മൂന്നാമതൊരു പോയിന്റ് റെസിസ്റ്റൻസ് ഇവിടെ വരെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അങ്ങോട്ട് വയ്ക്കാവുന്നതാണ്. അതുപോലെ ഇത് തിരിച്ച് ആ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം ട്രെൻഡ് കംപ്ലീറ്റ് ആവാറായി എന്നൊരു സിഗ്നൽ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇവിടെ നിന്നുള്ള താഴെ വരെയുള്ള ഈ ഒരു മൂവ്മെൻറ്റ്, ഇത്രയും വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈസിയായിട്ട് എക്സിറ്റ് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് ട്രെൻഡ് അതിൻ്റെ എൻഡിലെത്തുന്നത് വരെ നമുക്ക് റൈഡ് ചെയ്ത് പോകാനും പറ്റും. സ്റ്റോപ്പ് ലോസ് നമുക്ക് വയ്ക്കാനും പറ്റും. പ്രത്യേകിച്ചും ട്രെയിനിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും. നമുക്ക് ലോസ് ഉണ്ടാകുന്നത് ലിമിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിമിലറായിട്ട് തന്നെയാണ് അപ് ട്രെൻഡിൻ്റെ കാര്യവും. അതുപോലെ മൂന്നാമത്തെ പോയിൻ്റാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം. ഞാൻ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞു. എന്നാലും ഇതിലൊന്നും കൂടി പറയാം. പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും ഉള്ള ഡൗട്ടാണ് എപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണം, ട്രേഡ് എടുത്തിട്ട് നമുക്ക് എപ്പോൾ എക്സിറ്റ് ചെയ്യണം, എപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പലരും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലും കൂടുതൽ ചിലപ്പോൾ മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു നിരാശ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്യുവർ അങ്ങനെ ഒരു ഗാംബ്ലിങ് നടത്താതെ തന്നെ നമുക്ക് സപ്പോർട്ടിങ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എൻട്രി ചെയ്തത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഇവിടെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആ ഒരു ലെവലിലായിരിക്കും വരുന്നത്. അവിടെ വന്നാൽ തന്നെ നമുക്ക് ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ലോസ് വരില്ല, പ്രോഫിറ്റ് തന്നെയാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള പ്രോഫിറ്റ് തന്നെയാണ്.
പക്ഷേ ഇവിടെ വരെ നമുക്ക് ഈ ഒരു ലെവലിൽ വരെ സ്റ്റോക്ക് പ്രൈസ് തിരിച്ച് കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, മറ്റതുപോലെ അത്രയും ഒരു ഹൈ ട്രെൻഡ് ഇവിടെ ഉണ്ടാകുന്നില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വരെ പ്രൈസ് വരാൻ പാടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് തന്നെ പിന്നും പോയതിനെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനർത്ഥം അതിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ. അതുകൊണ്ടാണ് ഇത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെ വന്നത്. ചിലപ്പോൾ റിവേഴ്സിലാവാം, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പ്രൈസ് എടുത്തത് ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് ട്രെൻഡ് മാക്സിമം റൈഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്താനും പറ്റും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച്. അപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. നമ്മൾ മെയിനായിട്ട് പ്യുവർ പോയിൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാറുണ്ട്, ഇതുപോലെ തന്നെ പ്യുവറായിട്ട് തന്നെ ചാർട്ട് ഒന്ന് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ATP ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നും ഓരോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം അത്രയും വലിയ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പോൾ ഏത് ഉപയോഗിക്കണമെന്നൊക്കെ ഉള്ളത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി.